നമസ്കാരം. ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ചെയർമാന്റെ കൂറുമാറ്റം തന്നെയാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പോൾ ഇന്ന് IBN മലയാളത്തോടൊപ്പം ചേരുന്നത് നിലവിലത്തെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് പുളിനത്താണ്. രാജേഷ് പുളിനത്ത്, IBN മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച നിങ്ങളുടെ പാർട്ടിയാണ്. പാർട്ടി അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ചെയർമാനുമാണ്. നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ മുൻപ് ചെയർമാനായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ ഒപ്പം 5 അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ലയിച്ചെന്നും അതേപോലെ തന്നെ PV അൻവറിനൊപ്പം പോയെന്നുമാണ് ഇപ്പോൾ വാർത്തകളടക്കം വരുന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും? അതായത് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. തൊട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്കത് കുറച്ച് വ്യക്തത കൂടും. അതായത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ ഒരു സംസ്ഥാന അടിയന്തര എക്സിക്യൂട്ടീവ് കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഭാരവാഹികളിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ശ്രീ സജി മഞ്ഞക്കടമ്പിൽ വിളിച്ചു കൂടുന്നത് കോട്ടയം പാർട്ടി ഹൗസിലേക്ക്. അവിടെ വിളിച്ചു കൂട്ടിയിട്ട് വിളിച്ചു കൂട്ടുന്നത് ഒരു ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു കൂട്ടുക എന്നതായിരുന്നു അവിടെ എത്തിയ ആൾക്കാരെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒരു ചർച്ചയ്ക്കും വിളിച്ചു കൂട്ടിയതല്ല. അതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സമയബിന്ദുള്ള, അതായത് ഇന്ന സമയങ്ങളിൽ അവിടുത്തെ ഈ പറയുന്ന പ്രഹസനങ്ങളെല്ലാം പൂർത്തിയാക്കി ഇത്ര സമയത്തിനകം അൻവറുമായിട്ടുള്ള വാർത്താ സമ്മേളനം വിളിക്കണം എന്ന വ്യക്തമായ മുൻധാരണകളോടെ മാത്രം അവിടെ എത്തിച്ചേർന്ന് നടത്തിക്കൂട്ടിയ ഒരു പ്രഹസനം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ ഭാഗമായിട്ട് സജി മഞ്ഞക്കടമ്പിൽ വിളിച്ചു കൂട്ടിയ പാർട്ടി ഓഫീസിൽ നടന്നത്. അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ ഒരു ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഒരു കുഞ്ഞു പോലും അദ്ദേഹത്തിനോട് പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയതയെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പാർട്ടി, BJP, അതുപോലെ RSS, സംഘപരിവാർ, നരേന്ദ്രമോദി, അമിത്ഷാ നയിക്കുന്ന കേന്ദ്ര ഭരണം കൈയാളുന്ന രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്ത, ആ ചിന്തയിൽ ഉൾപ്പെട്ട് ആ ചിന്താധാരയോടൊപ്പം സംസാരിക്കാൻ കഴിയുന്ന, ആ ചിന്താധാരയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അനേകം ആൾക്കാർ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിലേക്ക് വന്നത്, ഞാൻ ഉൾപ്പെടെ. ഞാൻ കാണുന്നത് അവിടുത്തെ മറ്റനേകം പ്രവർത്തകർ എൻ്റെ ചിന്താഗതിയാണ്, എൻ്റെ സമീപനമാണ്. അതായത് അത് മാത്രമായിരുന്നു. ആ സമീപനവും ചിന്താഗതിയും വ്യക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടും ഇതാണ് ഞങ്ങളുടെ ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സജി മഞ്ഞക്കടമ്പിൽ ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ ഭാഗമാകാനും പ്രവർത്തകരാകാനും തയ്യാറായത്. അതിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ആ ചേരുന്ന ആ കൂട്ടായ്മയാണ് പാർട്ടി, ആ ചിന്താഗതിയാണ് പാർട്ടി, ആ ധാരയാണ് പാർട്ടി. ആ പാർട്ടി, അതാണ് പാർട്ടി. അതിന് ഓരോ ചുമതലകൾ വഹിക്കുന്നവർ എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി മാത്രം ചുമതലപ്പെട്ടവരാണ്. ആ ചുമതലപ്പെട്ടവർ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ആ വ്യതിചലനം പാർട്ടിയുടെ ആകമാനമായ വ്യതിചലനമല്ല, മറിച്ച് വ്യക്തിയുടെ വ്യതിചലനം മാത്രമാണ്. അങ്ങനെ കേവലം 1, 2, 3, 4, 5, 6 ആൾക്കാരുടെ കേവലമായ ചിന്തയിലെ വ്യതിചലനവും പ്രവർത്തനചര്യയിലെ വ്യതിചലനവും മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ആകമാന ചിന്ത എന്താണ്? ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ആ പ്രവർത്തന രീതിയുടെ ചിന്താഗതിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അടിസ്ഥാന ചിന്താഗതി. ആ ചിന്താഗതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് പിന്നെ യാതൊരു നിലനിൽപ്പുമില്ല. അതായത് അതിൽ നിന്ന് 3, 4 ആൾക്കാർ അങ്ങനെ പോയാൽ ഈ പാർട്ടി അത് ഒരു വിധത്തിലും ബാധിക്കില്ല. എങ്ങനെ ബാധിക്കാൻ കഴിയും? കാരണം ഈ പാർട്ടി ചിന്താഗതി ചെയ്തതല്ല, പ്രവർത്തനം ചെയ്തതല്ല, ഇതിലേക്ക് ആൾക്കാർ ഗ്യാദർ ചെയ്തത് അങ്ങനല്ല. അപ്പോൾ 3, 4 പേര് ചെയർമാൻ പറയുന്നതാണോ? ചെയർമാൻ അല്ലോ പാർട്ടി. ചെയർമാൻ ഒരാൾ പാർട്ടിയല്ല, ഒരു ജനറൽ സെക്രട്ടറി പാർട്ടിയല്ല.
അതിനകത്തെ പ്രവർത്തകർ, ചിന്താഗതിയുള്ളവർ, എന്തിന് ഈ പാർട്ടിയും ഈ ചെയർമാനും കുറച്ച് ഭാരവാഹികളും കുറച്ച് പ്രവർത്തകരും മാത്രം ചേർന്നാലും പാർട്ടിയാവും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതിനെ പിന്തുണയ്ക്കുന്ന സമാനമായ ചിന്താഗതിയിലുള്ള സ്വതന്ത്രരായ ഈ പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ ഒന്നും വരാത്ത ആൾക്കാരുണ്ട്. അവരും ഈ പാർട്ടിയുടെ ഭാഗമാണ്. ആ പാർട്ടിയുടെ ഭാഗമായവരെ കൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അഡ്രസ്സ് ചെയ്തോളാം എന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാർട്ടിയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്. ഞങ്ങളുടെ ഐഡിയോളജി ഇന്നതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെ ഐഡിയോളജി ഇന്നതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് തുറന്നു കാട്ടുന്നത്. അപ്പം ഇതിലേതാണ് ഈ അൻവറിൻ്റെ പാർട്ടിയുടെ പോയതിലൂടെ ശ്രീ മഞ്ഞക്കടമ്പലിനെ സ്ഥാപിക്കാൻ കഴിയുന്നത്? ഒന്നും സ്ഥാപിക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ഈ പാർട്ടിയിലെ കേവലം മഞ്ഞക്കടമ്പനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം പോയ 4-5 പ്രവർത്തകരോടൊപ്പം അല്ലാതെ മറ്റാരും തന്നെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിൻ്റെ ഭാഗമായിട്ട് ശ്രീ അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പോയിട്ടില്ല, പോവുകയില്ല. ആ ചിന്താഗതിയോടെ ചേർന്ന് തന്നെ നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിയോടെ പോയാൽ നമുക്ക് ലോജിക്കലി സാറ്റിസ്ഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഇതങ്ങനല്ല. അതിൻ്റെ ഘടകവിരുദ്ധമായ ഒരു ചിന്താധാരയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിലോ പോകാൻ ആര് തയ്യാറാകുമെന്നാണ് വരുന്നത്? ആര് തയ്യാറാകും? അതായത് മഞ്ഞക്കടമ്പൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനോ ആ നേതാവിനോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ കേവലം വിരലെണ്ണുന്നതിന് താഴെയുള്ള കുറേ മനുഷ്യരോ അല്ലാതെ ആരെങ്കിലും ഈ ചിന്താധാരയെ, ഈ രാഷ്ട്രീയ ചിന്തയെ, ഈ സാമൂഹ്യ ചിന്തയെ അല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്രത്തെ, ഇതിനെല്ലാം ഒന്നിയല്ലേ ഒരു മനുഷ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വരുന്നത്. അല്ലാതെ ഒരു നേതാവിനെ കണ്ട് മാത്രമാണ്. നേതാവിനെ കണ്ട് വരുന്നവർ കാണും, ഉണ്ടായിരുന്നു 5 പേര് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എല്ലാവരും അങ്ങനല്ല. രാഷ്ട്രീയ സമൂഹത്തിൽ എല്ലാവരും വരുന്നത് ഒരു രാഷ്ട്രീയ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ്, രാഷ്ട്രീയ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. ആ ചിന്താഗതിയുടെ ഭാഗമായിട്ട് വരുന്നവർ എവിടെ പോകും? ആ ചിന്താഗതി എവിടെ നിലനിൽക്കുന്നു അവിടെ പോകത്തുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഞാൻ പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വഴിമാറി ഈ പറയുന്ന ആൾക്കാരെയെല്ലാം ഞാൻ ഇന്ന ചിന്താഗതിയിൽ നിൽക്കുന്നു, ഇന്ന രാഷ്ട്രീയ സമവാക്യത്തിനോട് നിൽക്കുന്നു, ഇന്ന രാഷ്ട്രീയ ഫോർമുലയോട് നിൽക്കുന്നു, ഇന്ന രാഷ്ട്രീയ ഒഴുക്കിൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ ഗാദർ ചെയ്തിട്ട്, ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ആ ഒരു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഒരു കുടക്കീഴിലേക്ക് എത്തിച്ചിട്ട് ഞാൻ പോവാ. അതായത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിശൂന്യനായ മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ വിരുദ്ധ ചിന്താഗതിയിലേക്ക് കൂട്ടൊഴുക്കോടങ്ങ് എത്തുമെന്ന് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ പുറകിലുള്ള ഒരു ചേതോവികാരം? എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്? എന്താണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ആശ്ചര്യകരമായ ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഞങ്ങളെയെല്ലാം അടിയന്തര മീറ്റിങ്ങിലേക്ക് കോട്ടയം ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ എന്തോ ഒരു വലിയ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പുതിയ സമരമുഖത്തിലേക്ക് ഭാഗവാക്കാതെ ഞങ്ങളെ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഭാഗമായി നിൽക്കണമെന്ന് ഞങ്ങളെയെല്ലാം ഉദ്ബോധിക്കാൻ വേണ്ടി അദ്ദേഹം വിളിക്കുന്നതൊക്കെ സത്യമാണ് ഞങ്ങളൊക്കെ കരുതിപ്പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് 10-15 പേരെ അവിടെ നിർത്തിക്കൊണ്ട് അവരെ പേരിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് മുൻ പ്ലാൻ പ്രകാരം, അതായത് അടുത്ത വേദിയിലേക്ക് അദ്ദേഹം പോകാൻ വേണ്ടി അവിടെ വേദിയിലെല്ലാം സെറ്റാണ്. ആ വേദിയിലേക്ക് പോയി കൈ കൊടുക്കാൻ തയ്യാറാകുന്നതിൻ്റെ മുന്നൊഴുക്കമായിട്ട് ഒരു ഡ്രാമ മാത്രം കാണിക്കാനാണ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പോലും വിളിച്ചത്. അവിടെ ഒരു തരത്തിലുള്ള പ്രവർത്തകനുമായിട്ടോ സംഘടനാ നേതാക്കന്മാരുമായിട്ടോ സംഘടനാ പ്രവർത്തകരുമായിട്ടോ ക്രിയാത്മകമായ ഒരു ചർച്ച പോലും നടക്കാതെയാണ് അവിടുന്ന് പോയത്. അതിനകത്ത് ഞങ്ങൾക്കെല്ലാം സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഒരു ചിന്താധാരയിൽ നിന്ന് ഇത്രയും വിഭിന്നമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിന്താധാര നിൽക്കുമ്പോൾ
ഒരു കൂടിയാലോചനക്കുള്ള ഒരു മര്യാദ പോലും കാണിച്ചില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്, വളരെ വളരെയധികം. അതാണ് എനിക്ക് ആ മാറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിലടക്കം ഉള്ള ദേശീയ വിഷയങ്ങളിൽ മുൻപന്തിയിൽ സമരമുഖങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻപിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം അൻവറിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ തലമുറകൾ മുൻപ് തന്നെ അവർ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. പിന്നീട് അൻവർ സ്വതന്ത്രനായിട്ട് LDF മുന്നണിക്കൊപ്പം വരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നു, മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു, പോയി മമതാ ബാനർജിയുടെ കാല് പിടിച്ച് എങ്ങനെയൊക്കെയോ തൃണമൂലിൽ വരുന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ള ഈ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോക്കിനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പോലും എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പാർട്ടിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു പോക്കിനെ അല്ലെങ്കിൽ തൃണമൂൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കപ്പുറത്തേക്ക് PV അൻവറിനോടൊപ്പമുള്ള സജി മഞ്ഞക്കടമ്പിലിന്റെ ആ ഒരു യോജിപ്പിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? വഖഫ് അധിനിവേശങ്ങളാണ് എല്ലായിടത്തും ഇതെന്റെയാണെന്ന് പറഞ്ഞ് അങ്ങ് അധിനിവേശത്തിന് തയ്യാറാകുന്ന വഖഫ് നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ നടപടികൾക്കെതിരെ പ്രത്യേകിച്ച് മുനമ്പത്ത് ഒരു വലിയ രാഷ്ട്രീയ സമരമുഖം തുറക്കാൻ ഞങ്ങൾക്ക്, അതായത് അന്ന് ഞങ്ങൾ ഒന്നായിട്ട് നിന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കഴിഞ്ഞിരുന്നു. അത് വളരെ എഫക്റ്റീവായിരുന്നു. കാരണം ഞങ്ങളെല്ലാം, അതായത് ഇന്ന് ഈ മഞ്ഞക്കടമ്പനും അല്ലെങ്കിൽ സജി മഞ്ഞക്കടമ്പൻ എന്ന ബഹുമാന്യായ വ്യക്തിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായ 5 പേരും അല്ല അന്ന് സമരം നയിച്ചത്. ഈ പറയുന്ന എറണാകുളം കളക്ട്രേറ്റിൽ നടത്തിയ സമ്മേളനങ്ങൾ, മുനമ്പത്ത് നടത്തിയ സമ്മേളനങ്ങൾ, അതുപോലെ വൈപ്പിൽ നടത്തിയ സമ്മേളനങ്ങൾ, ഈ സമ്മേളനങ്ങളിലെല്ലാം ഈ പറയുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും സജീവമായി പങ്കെടുത്ത് അതിൻ്റെ സമരമുഖത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ശ്രീമാൻ സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞത്. അത് വളരെ എഫക്റ്റീവായിരുന്നു. കാരണം ഇല്ലെന്ന് പറയുന്നില്ല, കാരണം ഈ പറയുന്ന വഖഫ് നിയമത്തിൻ്റെ ഈ അപാകതകളെയും അതിൻ്റെ അധിനിവേശങ്ങളെയും ഏറ്റവും അഡ്രസ്സ് ചെയ്തത് ആദ്യം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക്, കാരണം ഓരോരുത്തരും ഇങ്ങനെ സമരരംഗത്തേക്ക് വരും. കാരണം ആദ്യം വന്ന് BJP വരുന്നതിനേക്കാൾ മുന്നേ വന്നത് കേരള ഡെമോക്രാറ്റിക്കാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വന്നതിന് ശേഷം NDAയിലെ മറ്റ് ഘടകകക്ഷികൾ അവിടെ സമരരംഗത്തേക്ക് വന്നു, BJP വന്നു. അപ്പം ഒന്നാമത്തെ കാര്യം, അവിടെ സ്വാഭാവികമായ നീതി അവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമാണ്. അപ്പം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ആ നീതിക്കൊപ്പം സമരം ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും ഫോഴ്സിന് അടിമയാണെന്നാണ് അവൻ്റെ മനസ്സിനെ അല്ലെ അവൻ്റെ ചിന്താഗതിയെ മറ്റേതോ ഒരു ഫോഴ്സ് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് രാഷ്ട്രീയപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കും, അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുത്തിയെന്ന് കരുതിയാൽ മതി. അതിനെതിരെ ചിന്തിക്കുന്നവർ സ്വതന്ത്രമായിട്ടൊരു മനസ്സോടെ ചിന്തിക്കുന്നവനാണെങ്കിൽ ആ വഖഫ് നിയമത്തിലെ അപാകതകൾക്കെതിരെ മുനമ്പം ജനതയ്ക്കൊപ്പം സമരം ചെയ്യുന്നവർക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരവും ആ പറയുന്ന ന്യായമായ ചിന്തയ്ക്ക് അനുസൃതമായ സമരമായിരുന്നു. ആ സമരം വളരെ മുന്നോട്ട് പോയി. കേരളത്തിലെ CPMൻ്റെ നേതാക്കന്മാർക്ക് അവിടെ വരേണ്ടി വന്നു, VD സതീശന് അവിടെ വരേണ്ടി വന്നു, പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ വരേണ്ടി വന്നു, വഖഫ് ജനതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അവരുടെയൊക്കെ മനസ്സെന്തമാണെന്ന് വെച്ചാലും അവർക്കെല്ലാം ഈ CPMൻ്റെ നേതാക്കന്മാർക്ക് അവിടെ ഇവിടെ ആരും കുടിയൊഴിപ്പിക്കത്തില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇവരുടെയൊക്കെ മനസ്സ് വിരുദ്ധമായിരുന്നിരിക്കാം എങ്കിൽ പോലും പരസ്യമായി അവിടെ ഒരു വഖഫ് നിയമത്തിനെതിരെയുള്ള മുനമ്പൻ ജനതയുടെ വികാരത്തിനനുസൃതമായിട്ട് ഒരു പ്രഖ്യാപനമെങ്കിലും നടത്താനുള്ള കാരണം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിൻ്റെ സമരങ്ങളായിരുന്നു എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാം. ആ സമരകാലങ്ങളിലെ ഭാഗമായിരുന്നു ഞങ്ങളെല്ലാവരും. ആത്മാർത്ഥമായി തന്നെ ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇവരെങ്കിലും ഇത്രയെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ആ വഖഫ് നിയമങ്ങളുടെ ഈ അപാകതകളെല്ലാം പരിഹരിച്ച് പുതിയ വഖഫ് അമെൻമെൻറ്റ് വരുന്നതോടെ ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വക സമരങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ഈ ജനങ്ങൾ ഇത്രയും സമരമുഖത്ത് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പ്രതീക്ഷയാണ്. മനസ്സിലായില്ലേ? അതാണ് വഖഫ് സമരമുഖത്തെക്കുറിച്ച്
എനിക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളത് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ തന്നെ നടത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായ PV അൻവറിൻ്റെ കൂടെ പോകുമ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വഖഫ് അധിനിവേശ ഭൂമിയിൽ അല്ലെങ്കിൽ മുനമ്പൻ ജനതയുടെ മുന്നിൽ ഇനി എന്താണ് മഞ്ഞക്കടമ്പലിന് പോയി പറയാനുള്ളത്? PV അൻവർ പറയട്ടെ, ഞാൻ വഖഫ് നിയമങ്ങൾക്ക് എതിരാണ്. വഖഫ് അമെൻമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നു. മുനമ്പൻ ജനത നീതി അർഹിക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള വഖഫ് അധിനിവേശ നിയമങ്ങൾ റദ്ദാക്കപ്പെടേണ്ടതാണ് എന്ന് അൻവറിനോട് ഒരു പ്രസ്താവന ഇറക്കാൻ ശ്രീ മഞ്ഞക്കടമ്പൻ പറയട്ടെ. അതിനുശേഷം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അവിടെ സ്വന്തം ആർജവത്തോടെ മഞ്ഞക്കടമ്പൻ അൻവറിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ ഞാൻ ബഹുമാനായ മഞ്ഞക്കടമ്പനെ അഭിനന്ദിക്കും. അതല്ലെങ്കിൽ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പരാജയമാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അദ്ദേഹമല്ലല്ലോ ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്, ശ്രീ PV അൻവറാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ ഞാൻ ഒരു പാർട്ടിയിൽ നിന്നും ഞാനൊരു 4-5 പേരുമായിട്ടേ വന്നുള്ളൂ. എന്നാലും പോട്ടെ, വന്നല്ലോ, വന്നിരിക്കുന്നു. വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു പാർട്ടിയായി നിന്ന് നയിച്ച ഒരു സമയത്ത് ഒരു സമരമുണ്ട്. ആ സമരത്തിലെ ഞങ്ങളുടെ ആശയങ്ങളെ അങ്ങുകൂടി ഒന്ന് പ്രഖ്യാപിക്കൂ എന്ന് അദ്ദേഹം PV അൻവറിനോട് പറഞ്ഞൊന്ന് പ്രഖ്യാപിക്കട്ടെ. അതിനുശേഷം നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കാം. അതിനുശേഷം മാത്രമേ ശ്രീ മഞ്ഞക്കടമ്പിൽ ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ച് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ആ രാഷ്ട്രീയ സമരം പോലും രാഷ്ട്രീയപരമായും ഞങ്ങളുടെ പാർട്ടിപരമായും ശരിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതൊരു തെറ്റായിരുന്നല്ല, ഒരു പരാജയമായിരുന്നുവെന്നും അദ്ദേഹം പറയേണ്ടി വരും. ഞങ്ങളല്ല പറയേണ്ടത്, അദ്ദേഹം പറയേണ്ടി വരും. ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ ഇപ്പോഴും ആ രാഷ്ട്രീയപരമായിട്ട് ആ സമരത്തിനെ അനുകൂലിക്കുന്നു, ഞങ്ങൾ ഇപ്പോഴും ആ രാഷ്ട്രീയപരമായിട്ട് ആ സമരത്തിനെ അനുകൂലിച്ച് നിൽക്കുന്നു, ഞങ്ങൾ ഇപ്പോഴും ആ രാഷ്ട്രീയപരമായിട്ട് ആ സമരത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഒപ്പം നിൽക്കുന്നത് ഇപ്പോൾ ആരാ? നാളെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വീണ്ടും മുനമ്പത്തേക്ക് ഈ പറയുന്ന വഖഫ് പോരാളികൾക്ക് അനുകൂലമായി, വഖഫ് നിയമങ്ങൾക്കെതിരെയുള്ള അവിടെ സമരം ചെയ്ത പോരാളികൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളൊരു സമരം നയിക്കുക. വരുമോ മഞ്ഞക്കടമ്പിൽ? വരുമോ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ രാഷ്ട്രീയപരമാണെന്നുണ്ടെങ്കിൽ വേണ്ട, ഞങ്ങളോട് വരണ്ട. അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരുടെ കൂടെ, ശ്രീ PV അൻവറിൻ്റെ കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറ. അപ്പം നമുക്കറിയാം രാഷ്ട്രീയ നിലപാടുകളിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കാലത്തെടുത്ത രാഷ്ട്രീയ നിലപാടുകളെല്ലാം പരാജയമായിരുന്നുവെന്നും തോൽവിയായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിക്കേണ്ടി വരും. അതേപോലെ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പറയുണ്ടായി ഇതൊരു ബിസിനസ് ഡീലാണ് നടന്നിരിക്കുന്നതെന്ന്. എന്താണ് ആ ബിസിനസ് ഡീൽ? എനിക്ക് എന്താണ് ബിസിനസ് ഡീലെന്ന് വ്യക്തമായിട്ടിത് ഇന്ന ബിസിനസ് ഡീലെന്ന് ഞാൻ ആ ബിസിനസ്സിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാമല്ലോ, ഞാൻ എൻ്റെ സാക്ഷിയൊന്നും. പക്ഷേ സ്വാഭാവികമായും ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു ബിസിനസ് ഡീലുണ്ട്. അതാണ് എപ്പോഴും ശരിയായി വരുന്ന ഒരു ബിസിനസ് ഡീലും. അതായത് സജി മഞ്ഞക്കടമ്പലിനെ പോലെ ഇന്ന് നിലവിൽ, അതായത് സജി മഞ്ഞക്കടമ്പൽ ശ്രീ PV അൻവറിൻ്റെ കൂടെ പോകുന്നതിന്, തൃണമൂലിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ ഞാൻ പറയുന്നത്. അതിനു മുമ്പ് വരെ ഇവർ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്തകളാണ്. വ്യത്യസ്തമായെന്ന് വെച്ചാൽ ഈ വ്യത്യസ്തതയ്ക്ക് ഒരു വലിയ വ്യത്യസ്തതയാണ്. കാരണം ചെറിയ വ്യത്യസ്തതയല്ല, ഒരു വലിയ വ്യത്യസ്തതയാണ്. അതായത് ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യസ്തം വെച്ചാൽ വലിയ വ്യത്യസ്തമൊന്നുമല്ല. ഏതാണ്ടൊക്കെ അവിടെ അടിക്കും ആ ഒരു വ്യത്യസ്തത പോലുമല്ല, വിരുദ്ധ ചേരിയിലെ വ്യത്യസ്തതയാണ്. ഈ വ്യത്യസ്തതയിൽ സ്വന്തം അണികളെയെല്ലാം
തൃണവൽക്കരിച്ചുകൊണ്ട് തൻ്റെ കൂടെ നിന്നവരെ, അതായത് ഈ മഞ്ഞിക്കടമ്പലിൻ്റെ ഒരു രാഷ്ട്രീയ എടുത്തെന്ന് വെച്ചാൽ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ട്, അത് മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അവിടുന്ന് മോൻസോഫുമായിട്ടുള്ള രാഷ്ട്രീയ വൈരത്തിൻ്റെ പുറത്ത് അവിടുന്ന് പുറത്ത് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം കേരള കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആളിൻ്റെ കൂടെ വന്ന അണികളോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ആരും അറിയണം, ആ സമയത്ത് ഇദ്ദേഹം കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഭാഗമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഈ പറയുന്ന അണികളിലൊക്കെ എവിടെ ആയാലും കുഴപ്പമില്ലാത്തവരൊക്കെയാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനല്ല, അവിടെ വന്ന് അദ്ദേഹം പ്രവർത്തിച്ച് തുടങ്ങുന്നത് തന്നെ എൻ ഡി എയുടെ ഘടകകക്ഷിയെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അദ്ദേഹം അവിടെ ആൾക്കാരെ ഗാദർ ചെയ്യുന്നത്, ക്ഷണിക്കുന്നത് ഞാൻ എൻ ഡി എയുടെ ഘടകകക്ഷിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എൻ ഡി എയുടെ ഘടകകക്ഷിയായെന്ന് എൻ ഡി എയുടെ ഘടകകക്ഷികളും അദ്ദേഹവും ബി ജെ പിയും എല്ലാം അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി അതാ ബി ജെ പി നിഷേധിച്ചാലും അദ്ദേഹം നിഷേധിച്ചാലും മറ്റു പാർട്ടികൾ നിഷേധിച്ചാലും ഒന്നും അതിന് സത്യമില്ല. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായി? അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനൊപ്പം വന്ന നേതാക്കന്മാർ, സ്ഥാനങ്ങൾ വഹിച്ചവർ, പ്രവർത്തകർ, ഇവരെല്ലാം അവരാരും പൊളിറ്റിക്കലി ബ്ലൈൻഡാന്ന് പറയാൻ പറ്റും. സജീവ ഞങ്ങളെ കണ്ടുകൊണ്ട് എവിടെ വേണേ പോവാം എന്ന് പറഞ്ഞൊന്നും ആരും വരത്തില്ലല്ലോ. അവരാരും പൊളിറ്റിക്കലി ബ്ലൈൻഡ് അല്ല. പൊളിറ്റിക്കലി ബ്ലൈൻഡായിട്ട് ആരാ കേരളത്തിലുള്ളത്? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലി ജനങ്ങളെ അധിക്ഷേപിക്കുക. അങ്ങനെ പൊളിറ്റിക്കലി ബ്ലൈൻഡൊന്നും ആരുമില്ല. അങ്ങനെ പൊളിറ്റിക്കലി ബ്ലൈൻഡ് അല്ലാത്ത ഒരു ജനസമൂഹം അദ്ദേഹത്തിൻ്റെ വന്നു. നേരെ കടകം മറിഞ്ഞ് 4-5 പേരെയും കൊണ്ടങ്ങ് പോവാം. അതായത് ആലോചിക്കണം, ഇവിടെ അദ്ദേഹം ആരാ? പാർട്ടിയുടെ ചെയർമാനാണ്, സ്വതന്ത്രമായിട്ട് ആ പാർട്ടിയുടെ ഹെഡാണ്. അവിടുന്ന് 4-5 പേരെയും കൊണ്ട് അൻവറിൻ്റെ പാർട്ടിയിൽ പോയി എന്തോ കിട്ടും? അവിടെ എന്തെങ്കിലും സാധനം കിട്ടുമായിരിക്കും, നമുക്കറിയത്തില്ല, എന്തേലും കിട്ടുമായിരിക്കും. അപ്പോൾ അത്രയും സാക്രിഫൈസ് ചെയ്ത് വരെ പോകണമെങ്കിൽ, ഒരിടത്തു നിന്നൊരു മനുഷ്യൻ അങ്ങനെ പോകണമെങ്കിൽ ദർ ഇസ് ഡെഫിനറ്റ്ലി എ ഗെയിൻ. അത് ഇറ്റ്സ് കോമൺ സെൻസ്. അത്രേ ഞങ്ങളും പറയുന്നുള്ളൂ അതിനകത്തൊരു ഗെയിൻ ഉണ്ടെന്ന്. അല്ലാതെ ഇന്ന ദിവസം ഇത്ര രൂപ കൊണ്ട് ഇന്ന ആളുടെ മേശപ്പുറത്ത് വെച്ച് സൂട്ട് കേസ് വെച്ച് തുറന്നു കൊടുത്തു എന്നൊന്നും പറയാനുള്ള തെളിവൊന്നും ഞങ്ങളെ ഇല്ല. പക്ഷേ ഇറ്റ്സ് എ കോമൺ മാൻസ് പൊളിറ്റിക്സ്, ഇറ്റ്സ് എ കോമൺ മാൻസ് തോട്ട്. ആ കോമൺ മാൻസ് തോട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത് ദരിസടി ഉണ്ടാതിരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എന്തിനു മഞ്ഞക്കടം പോകുന്നു? തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ അത്ര വലിയ ശല്യം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും അല്ലെങ്കിൽ ഒരു UDF കൺവീനറോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളിലൊക്കെ വഹിച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യൻ തന്നെ സജീവ മഞ്ഞക്കടമ്പൻ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആ മനുഷ്യൻ എന്തിനും ഇടപെടുത്തു പോകുന്നു? ദാറ്റ് മീൻസ് there's a deal. It may be a political deal, it may be a financial deal. നിലവിൽ ഇപ്പോൾ 5 പേരാണ് പാർട്ടി വിട്ടു പോയിട്ടുള്ളത്. ബാക്കിയുള്ള 14 ജില്ലാ ഘടകങ്ങൾ നിൽക്കുകയാണ്. അതേപോലെ മറ്റു മുന്നണികളുണ്ട്, അതേപോലെ പോഷക സംഘടനകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാരവാഹികളും മറ്റ് പ്രവർത്തകരും നിങ്ങളോടൊപ്പം തന്നെയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുൻപ് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്ത് ഐഡിയോളജി അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാർ ഇവിടെ വന്നത്? ഇവർ വന്നത് ദേശീയതയിലൂന്നിയിട്ടുള്ള NDA സഖ്യം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ചിന്തയെ പിന്തുടരാനും അതിനെ പിന്തുണയ്ക്കാനും വേണ്ടി വന്നവരാണ്. അപ്പം അതിൽ നിന്ന് ഈ 5 പേര് തന്നെ പോയത് ഞങ്ങളെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ്. ആർക്കും പോകാൻ കഴിയില്ല. കാരണം അത്രയും വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ചിന്തയിലേക്ക് പോകാൻ ആർക്ക് കഴിയും? ഇതിനകത്ത് ഈ 5 പേര് പോലും ഇനിയും തിരിച്ചു വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം അവർക്കും ഈ പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് ഈ ചിന്തയിലേക്ക് വന്നിട്ട് ഇവിടെ അതുകൊണ്ടല്ല വന്നത്. അവർക്ക് മറ്റൊരു ചിന്തയിൽ നിന്ന് അധികാരം നിൽക്കാൻ പറ്റുന്ന ഞാൻ കരുതില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. യൂത്ത് ഫ്രണ്ട് സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു ടി ജോ, അദ്ദേഹം പോയി.
പോയില്ല. അതുപോലെ കർഷക മുന്നണി സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു ജോയ്സി കാപ്പൻ, അദ്ദേഹം പോയില്ല. അതുപോലെ ഫൗണ്ടർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വളരെ രാഷ്ട്രീയ പരിണിതപ്രജ്ഞരായിട്ടുള്ള പ്രസാദ് ഉള്ളികുന്തം, ജോയ് ജോസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ലിസ്റ്റ് ഞാൻ എല്ലാവരുടെയും പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് അതിലെ വളരെ ചെറിയ കുറച്ച് ആൾക്കാരുടെ, വളരെ പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞങ്ങോട്ട് തുടങ്ങി. ഇതിപ്പോൾ ഇങ്ങനൊരു നമ്മളൊരു സംസാരമായത്തേക്ക് ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരാരെങ്കിലും പോയി, പിന്നെ ആര് പോയെന്ന് ഈ പറയുന്നു? ഒരു മഞ്ഞക്കടമ്പൻ പോയത് കൊണ്ട് പാർട്ടി അങ്ങ് പോകും. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പാർട്ടി ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തി പോയി ആ വ്യക്തിയെ എന്തോ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ കൊണ്ടോ പോയ ഒരു 5 പേരുടെ പോയി, അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഇതിനെയൊന്നും ഒരു സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയപരമായിട്ട് വലിയ ചർച്ചയൊന്നും അർഹിക്കുന്നൊരു വിഷയമൊന്നുമല്ല ഇത് ഇന്നലെ. പക്ഷേ ഇവിടുത്തെ ചാനലുകൾ, ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി അൻവറിനോടൊപ്പം ശ്രീ പി വി അൻവറിനോടൊപ്പം പോയി, തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം പോയി എന്ന് പറഞ്ഞു കേട്ടത് ഒരു വലിയ ചർച്ചയാവുകയും അത് കേരളീയ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇന്ന് പ്രതികരിക്കാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇതിനൊന്നും ചർച്ചയുടെ പോലും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നില്ല. ഒരു രാഷ്ട്രീയപ്പെട്ട 1-2 പേര് പോകുന്ന, അല്ല 5 പേര് പോകുന്നവർ എന്നാണ് അതൊക്കെ ഒരു വലിയ പ്രാധാന്യമുള്ള വിഷയമായിട്ടുള്ളത്? അത്രയും പ്രാധാന്യമേ ഇവിടെയും ഉള്ളൂ. ഈ പാർട്ടിയിൽ നിന്ന് കേവലം 5 പേർ പുറത്തുപോയി, അത്ര തന്നെ. മറ്റൊന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ. അതേപോലെ തന്നെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇതിനെ നമ്മൾ കാണേണ്ടത് സജി മഞ്ഞക്കടമ്പിലിന്റെ ഒരു രാഷ്ട്രീയ ആത്മഹത്യയായിട്ട് തന്നെയല്ലേ? അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട ആള് ശ്രീ സജി മഞ്ഞക്കടമ്പിലാണ്. കാരണം അദ്ദേഹം കുറച്ചുകൂടെ രാഷ്ട്രീയപരമായി ചിന്തിക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് എന്തായാലും രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള മനുഷ്യനാണ്, ഞാനല്ലാതെ അദ്ദേഹത്തെ കുറച്ച് കാണുന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരാൾ എന്ത് പ്രലോഭനത്തിലാണ്, എന്താണ് അദ്ദേഹത്തെ വീഴ്ത്തിക്കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കാരണം ആരെങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ചിന്തിച്ച് തുടങ്ങിയാലും അതിനകത്ത് എന്താ അദ്ദേഹം കണ്ടിരിക്കുന്നത്? കാരണം അദ്ദേഹം വിചാരിച്ചു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി ദേശീയതയിലൂന്നിയ ഒരു പാർട്ടി, അതിൽ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ അക്കണ്ട ജനതയെല്ലാം അദ്ദേഹത്തിനൊപ്പം അങ്ങ് പോകുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ തെറ്റായ ഒരു ചിന്ത വെച്ച് പുലർത്തിയെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം അത് അങ്ങനെ അല്ല എന്ന് തന്നെ അദ്ദേഹത്തിന് പോയപ്പോൾ മനസ്സിലായി. കേവലം 5 പേര്. അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചുവട് പിഴച്ചു. പിന്നെ പി വി അൻവർ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് കേരള രാഷ്ട്രീയം എന്ത് പ്രാധാന്യമുള്ളത്? 42 സീറ്റ് ബംഗാളിലുണ്ടാക്കിയെന്ന് കരുതി അതിൻ്റെ ആലയോലകളൊന്നും കേരളത്തിലുണ്ടാവില്ല. പിന്നെ ബംഗാളിൽ CPM-നെ തകർത്തെറിഞ്ഞ ആ പാർട്ടിക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പിന്തുണ CPM-ന് കൊടുക്കാൻ പറ്റും? അങ്ങനെയാണ്. പിന്നെ CPM ഉണ്ടോ? ഇല്ല. ഇന്ത്യ അലയൻസ് മുന്നണി ഉണ്ടല്ലോ, ഇന്ത്യ അലയൻസ് മുന്നണിയുടെ ഭാഗമായിട്ട് മമത എന്ന പൂർണ്ണമായിട്ട് നിന്നിട്ടുള്ളത്? ഏത് ഇലക്ഷനിൽ നിന്നിട്ടുള്ളത്? ഇന്ത്യ അലയൻസ് മുന്നണി എന്ന മമത പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബംഗാളിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് സീറ്റ് വിഭജനത്തിന് കൂട്ടുനിൽക്കാൻ പോലും മമത തയ്യാറാകുന്ന എന്താ ഇത്ര വിശ്വാസം? വാട്ട് ഈസ് അഷുറൻസ്? ഒന്നുമില്ല, ഒരഷുറൻസും ഇല്ല. അപ്പോൾ എന്താ അവിടുത്തെ അഷുറൻസിൻ്റെ ആനുപാതികമായ സീറ്റ് വിഭജനത്തിൽ വേണം ഇവിടെ കോൺഗ്രസുമായിട്ട് അൻവറിന് സീറ്റ് വിഭജനം നടത്താൻ. അവിടെ തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇവിടെ കിട്ടുമോ?
മറ്റൊരു കാര്യം ചോദിക്കാം, അങ്ങനെ ഒരു സീറ്റ് വേനം ഉണ്ടെന്നുള്ള മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ള നമ്മുടെ മുൻ ചെയർമാൻ്റെ ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ്റെ ആശയം അങ്ങ് നടക്കട്ടെ, ഒരു സീറ്റിൽ കൂടുതൽ കൊടുക്കും. നിലവിൽ ആ സീറ്റ് എവിടെ കൊടുക്കും? നിലമ്പൂരിന് പുറത്ത് വന്നും മത്സരിച്ച ശ്രീ പി വി അൻവർ ജയിക്കൂ? അവിടെ തന്നെ കഷ്ടിയാണ്, ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ രാഷ്ട്രീയ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനും സാധ്യത വളരെ കുറവാണ്. പിന്നെ 2 സീറ്റ് കൊടുത്തെന്ന് വെച്ചു, നമ്മളതിങ്ങ് കടന്നങ്ങ് ചിന്തിക്കുക, 2 സീറ്റ് അങ്ങ് കിട്ടുമെന്ന്. ആ 2 സീറ്റ് കിട്ടുമെന്ന് ചിന്തിച്ചാൽ ആ രണ്ടാമത്തെ സീറ്റ് സജീവ് മഞ്ഞക്കടമ്പിന് തന്നെ കൊടുക്കുമെന്ന് എന്താ ഉറപ്പ്? ഇനിയും ഇലക്ഷന് 1 വർഷത്തിന് വേണ്ടി കാലയളവുണ്ട്. ഇതുപോലെ പല്ലും പൊട്ടി പറിച്ചുമൊക്കെ അൻവറിൻ്റെ കൂടെ വരും. അപ്പോൾ ആർക്കെങ്കിലും ആണോ അൻവർ കൊടുക്കുന്നെങ്കിലും? അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടുമെന്ന് തന്നെ വലിയ ഉറപ്പൊന്നുമില്ല. അസംബ്ലി സീറ്റ് കിട്ടുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. പോട്ടെ, ഒരു സമവായത്തിൻ്റെ ഭാഗമാക്കുന്ന കരുതാം. പാലാ സീറ്റോ കോട്ടയം സീറ്റോ വല്ലതും കിട്ടിയില്ലെങ്കിൽ കെട്ടിവെച്ച കാശിനുള്ള വോട്ടെങ്കിലും ഈ പറയുന്ന സജീവ് മഞ്ഞക്കടമ്പിന് വേറെ എവിടെയെങ്കിലും നിന്ന് കിട്ടും. പിന്നെ അതിന് പുറത്തോട്ട് പോയിട്ട് ശ്രീ സജീവ് മഞ്ഞക്കടമ്പിൽ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അപ്പം ഈ പറയുന്ന മമതയുമായിട്ട് കോൺഗ്രസിനുണ്ടാക്കുന്ന അലയൻസിൻ്റെ ഭാഗമായിട്ടാണ് സീറ്റ്. പാലായിൽ കിട്ടുകയും, അതായത് 1-ൽ കൂടുതൽ സീറ്റ്, ഒരു സീറ്റ് എന്ന് തന്നെ നമുക്ക് വിശ്വാസമില്ല, 1-ൽ കൂടുതൽ സീറ്റ് കേരളത്തിൽ ആദ്യം അലയൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പ് വരണം. അലയൻസ് ഉണ്ടായാൽ തന്നെ കേരളത്തിൽ 1-ൽ കൂടുതൽ സീറ്റ് UDF തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കുകയും വേണം. അതിൽ ഒരു സീറ്റ് അൻവർ മഞ്ഞക്കടമ്പന് കൊടുക്കുകയും വേണം. ആ കൊടുക്കുന്ന സീറ്റ് പാലായിലോ അല്ലെങ്കിൽ കോട്ടയത്തോ കൊടുക്കുകയും വേണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കൂറുമാറ്റവും ചാട്ടവും എല്ലാം കണ്ട ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും വേണം. ഇത്രയും കടമ്പ കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മുന്നണിയിൽ നിന്ന് ഒരു 5 പേരെ അടർത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ പോയതുകൊണ്ട് അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് നേട്ടം ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ അതിനകത്തെ പൊളിറ്റിക്കലെ ഒരു കാഴ്ചപ്പാട്. അതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ ഈ ഒരു ശ്രീ അൻവറിനോടൊപ്പം പോയത് എൻ്റെ കാഴ്ചപ്പാടിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ രാഷ്ട്രീയ യുദ്ധത്തിൽ നിന്ന് വഹിക്കാവുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഒന്നുമില്ലെങ്കിൽ NDAയുടെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്തസ് ഐഡന്റിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയുള്ള സജീവ് മഞ്ഞക്കടമ്പലിന്റെ PV അൻവറിനോടൊപ്പമുള്ള രാഷ്ട്രീയ ഭാവി നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. അപ്പോൾ എന്താണേലും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് അതിന്റെ നിലപാട് ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നിയുക്ത ആക്ടിംഗ് ചെയർമാന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം.